എബൌട്ട് ടൂം ഗോയിങ് ടൂം ചേർക്കുന്ന സെൻറ്റൻസുകൾ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ കണ്ടു തീരും മുമ്പ് നിങ്ങൾ ഉറപ്പായും അത് പഠിച്ചിരിക്കും. എബൌട്ട് ടൂം ഗോയിങ് ടൂം എന്താണ്, അല്ലെങ്കിൽ അവ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് എബൌട്ട് ടു എന്താണെന്ന് നോക്കാം. ഉടനെ അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം അല്ലെങ്കിൽ വളരെ അടുത്തുള്ളൊരു സമയത്ത് ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിനാണ് എബൌട്ട് ടു ഉപയോഗിക്കുന്നത്. ആ ഒരു കാര്യം സംഭവിക്കും എന്ന് നമുക്ക് ഉറപ്പാണ്. അത് ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ അത് 1 മിനിറ്റിനകമാകാം, അല്ലെങ്കിൽ 5 മിനിറ്റിനകമാകാം, അല്ലെങ്കിൽ 10 മിനിറ്റിനകമാകാം. അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നതിനാണ് എബൌട്ട് ടു ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഗോയിങ് ടു എന്താണെന്ന് നോക്കാം. പിന്നീട് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതിനാണ് ഗോയിങ് ടു ഉപയോഗിക്കുന്നത്. അതായത് ആ നടക്കാൻ പോകുന്ന കാര്യം ഇന്ന് വൈകിട്ടാകാം, അല്ലെങ്കിൽ നാളെ ആകാം, അല്ലെങ്കിൽ അടുത്ത മാസമാകാം, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആകാം. അതും നമുക്ക് നടക്കുമെന്ന് ഉറപ്പുള്ളൊരു കാര്യമാണ്. അത് ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാകാം. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതിനാണ് ഗോയിങ് ടു ഉപയോഗിക്കുന്നത്. എബൌട്ട് ടൂം ഗോയിങ് ടൂം എന്താണ് എന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനിയും നമ്മളിതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ പിന്നീട് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതിനാണ് ഉപയോഗിക്കുന്നത് അല്ലേ. പക്ഷെ നമ്മളിത് പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്, ഫ്യൂച്ചർ ടെൻസിലല്ല. പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് എബൌട്ട് ടുവിൻ്റെയും ഗോയിങ് ടുവിൻ്റെയും കൂടെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഇത് മൂന്നിലേതെങ്കിലും ഒന്ന് ചേർത്താണ് ഉപയോഗിക്കുന്നത്. ഈസ് എബൌട്ട് ടു, ആർ എബൌട്ട് ടു, ആം എബൌട്ട് ടു എന്നും ഗോയിങ് ടു പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ ഈസ് ഗോയിങ് ടു, ആർ ഗോയിങ് ടു, ആം ഗോയിങ് ടു എന്നുമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ എബൌട്ട് ടുവും ഗോയിങ് ടുവും ചേർത്ത് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആമിൻ്റെ കൂടെ എബൌട്ട് ടു ചേർത്ത് വെർബിൻ്റെ ആദ്യത്തെ ഫോം കൂടെ ചേർക്കുമ്പോഴാണ് ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുന്നത്. അതുപോലെ തന്നെ ഗോയിങ് ടു ആണെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആമിൻ്റെ കൂടെ ഗോയിങ് ടു ചേർത്ത് വെർബിൻ്റെ ആദ്യത്തെ ഫോം കൂടെ ചേർക്കുമ്പം ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആവും. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ. ക്രിയകളാണ് വെർബ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ദൈനംദിനത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് വെർബ് എന്ന് പറയുന്നത്. അതായത് നടക്കുക, വോക്ക്, ഓടുക, റൺ, പോവുക, ഗോ, വരിക, കം തുടങ്ങിയ കാര്യങ്ങളെയാണ് വെർബ് എന്ന് പറയുന്നത്. ഐയുടെ കൂടെ ആമും യു, വി, ദേ എന്നിവയുടെ കൂടെ ആറും ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ ഈസും ആണ് ചേർക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ എബൌട്ട് ടു ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഐ ആം എബൌട്ട് ടു, യു ആർ എബൌട്ട് ടു, വി ആർ എബൌട്ട് ടു, ദേ ആർ എബൌട്ട് ടു, ഹി ഈസ് എബൌട്ട് ടു, ഷീ ഈസ് എബൌട്ട് ടു, ഇറ്റ് ഈസ് എബൌട്ട് ടു എന്ന് വരും. ഇനി ഗോയിങ് ടു ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എബൌട്ട് ടുവിന് പകരം ഗോയിങ് ടു ചേർത്താൽ മതി. അപ്പോൾ ഐ ആം ഗോയിങ് ടു, യു ആർ ഗോയിങ് ടു, വി ആർ ഗോയിങ് ടു, ദേ ആർ ഗോയിങ് ടു, ഹി ഈസ് ഗോയിങ് ടു, ഷീ ഈസ് ഗോയിങ് ടു, ഇറ്റ് ഈസ് ഗോയിങ് ടു എന്ന് വരും. ഇനി ഇതിൻ്റെ കൂടെ വെർബിൻ്റെ ആദ്യത്തെ ഫോം കൂടി ചേർത്താൽ നമുക്ക് സെൻറ്റൻസ് ആക്കാം. ഇത്രയും മനസ്സിലായോ? എന്നാൽ ഇനി സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ റെഡി ആയിക്കോളൂ. അപ്പം നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ ഇന്ന് രാത്രി പഠിക്കാൻ പോകുന്നു. ഇത് എങ്ങനെ സെൻറ്റൻസിൽ പറയും? ഇതിനകത്തിൽ എബൌട്ട് ടു ആണോ ഗോയിങ് ടു ആണോ ചേർക്കേണ്ടത്? ഇത് പിന്നീട് നടക്കാൻ പോകുന്നൊരു കാര്യമാണല്ലേ. പിന്നീട് നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് നമ്മൾ എന്താണ് ചേർക്കുന്നത്? ഗോയിങ് ടു ആണ് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെ സെൻറ്റൻസ് ആക്കാം? ഞാൻ ഇന്ന് രാത്രി പഠിക്കാൻ പോകുന്നു. ഞാൻ എന്നതിന് ഐ ചേർക്കുമ്പോൾ കൂടെ ആം ചേർക്കണം. അപ്പോൾ ഐ ആം എന്നാവും. അതിൻ്റെ കൂടെ നമ്മൾ ഗോയിങ് ടു ചേർക്കണം. അപ്പോൾ ഐ ആം ഗോയിങ് ടു. ഇതിന് ശേഷമാണ് എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമ്മൾ പറയേണ്ടത്. ഞാൻ രാത്രി പഠിക്കാൻ പോവുകയാണല്ലേ. അപ്പോൾ അതെങ്ങനെ പറയും? ഐ ആം ഗോയിങ് ടു സ്റ്റഡി ടുനൈറ്റ്. ഇതിൽ സ്റ്റഡി ആണ് വെർബിൻ്റെ ആദ്യത്തെ ഫോം, അതായത് പഠിക്കുക എന്നത്. ഇനി അതുപോലെ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. മഴ പെയ്യാൻ പോവുകയാണ് എന്നെങ്ങനെ പറയും? ഇതിനകത്ത് എന്താണ് ചേർക്കേണ്ടത്? എബൌട്ട് ടു ആണോ ഗോയിങ് ടു ആണോ? പെയ്യാൻ പോവുകയാണ്, അത് പിന്നീട് എപ്പോഴോ നടക്കാൻ പോകുന്നൊരു കാര്യമാണല്ലേ. എപ്പോഴാണെന്ന് അറിയില്ല. ആകാശത്ത് മേഘങ്ങളുണ്ട്, അതുകൊണ്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ പറയും? പിന്നീട് എപ്പോഴോ നടക്കാൻ പോകുന്ന ഒരു കാര്യം ആയതുകൊണ്ട് ഗോയിങ് ടു ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് പറയേണ്ടത് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. അവർ ഒരു പുതിയ വീട് പണിയാൻ പോവുകയാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവർ എന്ന് പറഞ്ഞാൽ ദേ. ഇത് പിന്നീട് നടക്കാൻ പോകുന്ന ഒരു കാര്യം ആയതുകൊണ്ട് ഗോയിങ് ടു ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ദേ ആർ going to build a new house.
അവരൊരു പുതിയ വീട് പണിയാൻ പോവുകയാണ്. അതുപോലെ അവൻ ഒരു പുതിയ വീട് പണിയാൻ പോവുകയാണ് എന്ന് പറയുന്നതും ഹി ഈസ് ഗോയിങ് ടു ബിൽഡ് എ ന്യൂ ഹൗസ് എന്നാണ്. ഇനിയും അടുത്തത് ഞാൻ ഉടനെ പോകാൻ തുടങ്ങിയാണ്. ഇതെങ്ങനെ പറയും? ഇത് ഉടനെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന, ഉടനെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അതിനെ അബൌട്ട് ടു ചേർത്താണ് പറയേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ പറയും? ഐ ആം അബൌട്ട് ടു ലീവ് എന്ന് പറയണം. ഇനിയും അടുത്തത് അവർ മീറ്റിംഗ് ഉടനെ ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയണം. ഇതെങ്ങനെ പറയും? മീറ്റിംഗ് ഉടനെ ആരംഭിക്കാൻ പോവുകയാണ്, ഇപ്പം തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. മേ ബി അത് 1 മിനിറ്റിനകമാകാം, അല്ലെങ്കിൽ 5 മിനിറ്റിനകമാകാം, പെട്ടെന്ന് തന്നെ ആരംഭിക്കും എന്ന് പറയണം. അതെങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ അബൌട്ട് ടു ആണ് ചേർക്കേണ്ടത്. അതായത് ദേ ആർ അബൌട്ട് ടു സ്റ്റാർട്ട് ദ മീറ്റിംഗ് എന്ന് പറയണം. ഇനിയും ഇതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അബൌട്ട് ടുവും ഗോയിങ് ടുവും ചേർത്ത് പറയാൻ പറ്റും. അപ്പോൾ ഇതിന് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത് നടക്കുന്ന കാര്യവും കുറച്ച് സമയം കഴിഞ്ഞ് നടക്കുന്ന കാര്യവും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അബൌട്ട് ടുവും നമുക്ക് ചേർക്കാം, ഗോയിങ് ടുവും ചേർക്കാം. എന്നാൽ അബൌട്ട് ടുവും ഗോയിങ് ടുവും ചേർക്കുമ്പോൾ അർത്ഥം മാത്രം കുറച്ച് മാറും. ഉടനെ നടക്കാൻ പോകുന്നതും പിന്നീട് എപ്പോഴോ നടക്കാൻ പോകുന്നതും ആയിട്ട് അർത്ഥം മാറുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അബൌട്ട് ടു ചേർത്തും ഗോയിങ് ടു ചേർത്തും നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാം. അബൌട്ട് ടുവും ഗോയിങ് ടുവും പ്രസന്റ് ടെൻസിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇത് നമുക്ക് പാസ്റ്റ് ടെൻസിലും ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ അബൌട്ട് ടുവും ഗോയിങ് ടുവും പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഈസ്, ആർ, ആം എന്നാണ് നമ്മൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിച്ചത്. അത് മാറി പകരം വാസ്, വെയർ എന്ന് ചേർത്താണ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ എബൌട്ട് ടു ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഐ വാസ് എബൌട്ട് ടു, യു വെയർ എബൌട്ട് ടു, വി വെയർ എബൌട്ട് ടു, ദേ വെയർ എബൌട്ട് ടു, ഹി വാസ് എബൌട്ട് ടു, ഷീ വാസ് എബൌട്ട് ടു, ഇറ്റ് വാസ് എബൌട്ട് ടു എന്നിങ്ങനെയാണ് സെൻറ്റൻസ് വരുന്നത്. ഇനി ഗോയിങ് ടു ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എബൌട്ട് ടുവിന് പകരം ഗോയിങ് ടു എന്ന് ചേർത്ത് ഉപയോഗിക്കുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഐ വാസ് ഗോയിങ് ടു, യു വെർ ഗോയിങ് ടു, വി വെർ ഗോയിങ് ടു, ദേ വെർ ഗോയിങ് ടു, ഹി വാസ് ഗോയിങ് ടു, ഷീ വാസ് ഗോയിങ് ടു, ഇറ്റ് വാസ് ഗോയിങ് ടു. ഇതിനകത്തിൽ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുമ്പോൾ ഈ വാസ്, വെയർ മാത്രം ചേർക്കുക, ബാക്കി എബൌട്ട് ടുവും ഗോയിങ് ടുവും ചേർക്കുക എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഈ പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഗോയിങ് ടുവും എബൌട്ട് ടുവും ഉപയോഗിക്കുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്ന് പറയുന്നതിനാണ് ഗോയിങ് ടുവും എബൌട്ട് ടുവും ഉപയോഗിക്കുന്നതെന്ന്. ഇനി ആ കാര്യം നടന്നില്ല എങ്കിൽ അത് നടന്നില്ല എന്ന് പറയുന്നതിനാണ് പാസ്റ്റ് ടെൻസിൽ ഗോയിങ് ടുവും എബൌട്ട് ടുവും ഉപയോഗിക്കുന്നത്. അതായത് വാസോ വേറോ ചേർത്ത് പറഞ്ഞാൽ ആ കാര്യം നടക്കേണ്ടതായിരുന്നു പക്ഷേ നടന്നില്ല എന്നാണ് അർത്ഥം. ഒരു കാര്യം നടന്നില്ല എന്ന് പറയാനാണ് എബൌട്ട് ടുവും ഗോയിങ് ടുവും ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിൽ. ഇത് ഒരു കാര്യം നടന്നില്ല എന്ന് പറയുന്നതിന് എബൌട്ട് ടു ആണോ ഗോയിങ് ടു ആണോ ഉപയോഗിക്കേണ്ടത് എന്ന സംശയം നിങ്ങൾക്കുണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ആദ്യം പാസ്റ്റ് ടെൻസിൽ നമ്മൾ എബൌട്ട് ടു എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാം. പാസ്റ്റ് ടെൻസിൽ ഒരു കാര്യം പെട്ടെന്ന് നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഉടനെ നടക്കും എന്ന് പറയുന്നതിനാണല്ലോ എബൌട്ട് ടു ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരു കാര്യം പെട്ടെന്ന് നടക്കാൻ പോവുകയായിരുന്നു പക്ഷേ ഉടനെ തന്നെ അത് ക്യാൻസൽ ആയിപ്പോയി എന്ന് പറയാനാണ് പാസ്റ്റ് ടെൻസിൽ എബൌട്ട് ടു ഉപയോഗിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ പ്രസന്റ് ടെൻസിൽ പറഞ്ഞു അവർ ഉടനെ മീറ്റിംഗ് ആരംഭിക്കാൻ പോകുന്നു എന്ന്. അതായത് ദേ ആർ അബൌട്ട് ടു സ്റ്റാർട്ട് ദ മീറ്റിംഗ്. പക്ഷേ ഉടനെ തന്നെ മീറ്റിംഗ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി എന്നൊരു അറിയിപ്പ് വന്നു. അപ്പോൾ അതെങ്ങനെ പറയും? ദേ ആർ ആയിരുന്നു നമ്മൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിച്ചത്. നമ്മളത് ദേ വെയർ ആക്കുന്നു. ബാക്കി സെൻറ്റൻസിലൊന്നും മാറ്റം വരുന്നില്ല. ദേ വെയർ അബൌട്ട് ടു സ്റ്റാർട്ട് ദ മീറ്റിംഗ്. അതായത് മീറ്റിംഗ് നടന്നില്ല, മീറ്റിംഗ് നടക്കാൻ പോവുകയായിരുന്നു, ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. പക്ഷെ മീറ്റിംഗ് നടന്നില്ല. ഇതാണ് നമ്മൾ അബൌട്ട് ടു ഉപയോഗിച്ച് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുമ്പോൾ ഉള്ള വ്യത്യാസം. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്രസന്റ് ടെൻസിൽ പറഞ്ഞു അവൾ അവനെ ഇപ്പോൾ വിളിക്കാൻ പോകുന്നു. അതായത് ഷീ ഈസ് അബൌട്ട് ടു കോൾ ഹിം. പക്ഷേ അത് നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. അതായത് അവൾ അവനെ ഇപ്പോൾ വിളിക്കാൻ പോകുന്നു. പക്ഷെ ആ സമയമായപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കയറി വന്നു. അതുകൊണ്ട് അവൾ വിളിച്ചില്ല. അപ്പം നമ്മൾ അവൾ വിളിച്ചില്ല, അവനെ വിളിക്കാൻ പോവുകയായിരുന്നു എന്ന് പറയണമെങ്കിൽ പാസ്റ്റ് ടെൻസിൽ എങ്ങനെ പറയും? പ്രസന്റ് ടെൻസിൽ ഷീ ഈസ് അബൌട്ട് ടു കോൾ ഹിം എന്ന് പറഞ്ഞു. അതിൽ ഈസ് മാറ്റി വാസ് മാത്രം ചേർത്താൽ മതി. അപ്പോൾ പാസ്റ്റ് ടെൻസിലേക്കായി. അതായത് ഷീ വാസ് അബൌട്ട് ടു കോൾ ഹിം എന്ന് പറയണം. അവൾ അവനെ വിളിക്കാൻ പോവുകയായിരുന്നു പക്ഷേ വിളിച്ചില്ല. അപ്പോഴേക്കും ഹി കെയിം ബൈ ദെൻ, അവൻ കയറി വന്നു, അതുകൊണ്ട് അവൾ വിളിച്ചില്ല. അതുപോലെ ഗോയിങ് ടു ഇനി എങ്ങനെയാണ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം.
ഗോയിങ് ടു പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത് പിന്നീട് നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നതിനാണ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. ആ കാര്യം നടന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് നടക്കാതെ വരുമ്പോൾ അത് നടന്നില്ല എന്ന് പറയുന്നതിനാണ് പാസ്റ്റ് ടെൻസിൽ ഗോയിങ് ടു ഉപയോഗിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. പ്രസന്റ് ടെൻസിൽ ഗോയിങ് ടുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ പഠിക്കാൻ പോവുകയാണ് എന്ന് പ്രസന്റ് ടെൻസിൽ പറഞ്ഞു. അതായത് ഐ ആം ഗോയിങ് ടു സ്റ്റഡി. പക്ഷെ ഞാനത് പഠിച്ചില്ല. അപ്പോൾ നാളെ ആവുമ്പോൾ ഞാനതെങ്ങനെ പറയും? ഇതിൽ ഐ ആം എന്നുള്ളിടത്ത് ഐ വാസ് എന്ന് മാത്രം ചേർത്താൽ മതി. ഐ വാസ് ഗോയിങ് ടു സ്റ്റഡി എന്ന് പറയാം. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ, മഴ പെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. ഇത് പ്രസന്റ് ടെൻസിൽ പറയുന്നതാണ്. പക്ഷെ മഴ പെയ്തില്ല, 2 മണിക്കൂർ കഴിഞ്ഞിട്ടും മഴ പെയ്തില്ല. അപ്പോൾ എന്ത് പറയും? മഴ പെയ്യാൻ പോവുകയായിരുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ് വാസ് ഗോയിങ് ടു റെയിൻ എന്ന് പറയണം. അതുപോലെ ഞങ്ങൾ ഒരു സിനിമ കാണാൻ പോവുകയാണ് എന്ന് നമ്മൾ പ്രസന്റ് ടെൻസിൽ എങ്ങനെയാണ് പറഞ്ഞത്? വി ആർ ഗോയിങ് ടു വാച്ച് എ മൂവി എന്ന്. ഇത് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. അതായത് സിനിമ കാണാൻ പോവുകയായിരുന്നു എന്ന്. അതായത് സിനിമ കാണാൻ പോയില്ല. സിനിമ ടിക്കറ്റൊക്കെ എടുത്തു, പക്ഷേ കാണാൻ പോയില്ല. അപ്പോഴതെങ്ങനെ പറയും? വി വെയർ ഗോയിങ് ടു വാച്ച് എ മൂവി എന്ന് പറയണം. ഇതാണ് അബൌട്ട് ടൂം ഗോയിങ് ടൂം പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഇതുപോലെ പ്രസന്റ് ടെൻസിൽ ഗോയിങ് ടൂം അബൌട്ട് ടൂം ഉപയോഗിച്ച് സെൻറ്റൻസ് ആക്കി പറയാൻ ശ്രമിക്കൂ. നിങ്ങൾ ഇത് തനിയെ പറഞ്ഞു പഠിക്കൂ. ഞാൻ തുണി കഴുകാൻ പോകുന്നു, ഞാൻ പാത്രം കഴുകാൻ പോകുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു, ഞാൻ പഠിക്കാൻ പോകുന്നു, ഞാൻ പച്ചക്കറി വാങ്ങാൻ പോകുന്നു, അവൻ കുളിക്കാൻ പോകുന്നു, മഴ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു, സിനിമ ഉടൻ ആരംഭിക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെല്ലാം തനിയെ മനസ്സിലാക്കി ചിന്തിച്ച് അത് ഇംഗ്ലീഷിലേക്ക് അബൌട്ട് ടൂം ഗോയിങ് ടൂം ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാൻ ഇപ്പോൾ തന്നെ ശ്രമിക്കും. ഇനി വേറൊരു ക്ലാസ് ഇതിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരരുത്. ഇപ്പം തന്നെ ഈ 2 വാക്കുകളും ഇന്ന് തന്നെ പഠിച്ചു കഴിയണം.